ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. നമ്മൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ അധികരിച്ച് ഹ്രസ്വങ്ങളായ പ്രഭാഷണങ്ങളും കൂടുതൽ സംശയ നിവാരണവും എന്ന നിലയ്ക്കാണ് ഒത്തുകൂടുന്നത്. വളരെയധികം സംശയങ്ങളുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നുള്ളത് വളരെ വളരെ സന്തോഷം. എപ്പോഴും നമ്മൾ ചോദിക്കാൻ ശീലിക്കണം. കൂടുതൽ ചോദിക്കുമ്പോഴേ ശാസ്ത്രവിചാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ. ഏതായാലും സന്തോഷം. ഇന്നിവിടെ ഭഗവത്ഗീതയുടെ സന്ദേശം ജീവിത വിജയത്തിന് എന്നാണ് വെച്ചിട്ടുള്ളത്. എന്താണ് ജീവിത വിജയം? ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അർത്ഥമാക്കുന്നേ? അത് തീർത്തും ആപേക്ഷികമാണ്. ഒരാളുടെ ദൃഷ്ടിയിലുള്ള വിജയമാവില്ല വേറൊരാളുടെ ദൃഷ്ടിയിൽ. ഒരാളുടെ ദൃഷ്ടിയിൽ വിജയം മറ്റൊരാളുടെ ദൃഷ്ടിയിൽ പരാജയമോ അല്ലെങ്കിൽ അധഃപതനമോ ആവാം. തീർത്തും ആപേക്ഷികമാണ്. അതുകൊണ്ട് തന്നെ സർവസമ്മതമായ ഒരു അഭിപ്രായം ഈ വിജയം എന്നുള്ളതിൽ നമുക്ക് പറയാൻ പറ്റില്ല. ചിന്തിച്ചു നോക്കൂ. ഒരു യുവാവ് സന്യാസമാർഗത്തിലേക്ക് പ്രവേശിച്ചു. ഏത് പ്രസ്ഥാനത്തിലേക്കാണോ അദ്ദേഹം പോയി ചേർന്നത്, ആ പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക മാത്രമല്ല, എത്രയോ വലിയ ഭാഗ്യം, ജീവിതത്തിൽ വലിയൊരു വിജയമായി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അവൻ ജീവിതം കൊണ്ടുപോയി തൊലച്ചല്ലോ, ഇത്ര വിവരം കെട്ടവനായിരുന്നു അവൻ എന്ന് പലരും പറഞ്ഞു. ഈ രണ്ടും നമുക്ക് കേൾക്കേണ്ടി വന്നു. അവസാനം ഇയാളുടെ അച്ഛൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അച്ഛൻ ചോദിച്ചത്, ശരി അവൻ സന്യസിക്കുകയോ അതിനപ്പുറത്ത് പോകുമോ എന്തോ ചെയ്തോട്ടെ, പക്ഷെ സന്യസിക്കാൻ സ്വാമി എന്തിനാണ് M.Tech ഒക്കെ എടുക്കുന്നത്? സന്യാസത്തിനുള്ള യോഗ്യതയാണോ M.Tech? എന്നാൽ അവന് കുറച്ച് നേരത്തെ പോയാൽ കുറേ പൈസ ചിലവെങ്കിലും കുറച്ചുകൂടെ ഇരുന്ന കുടുംബത്തിന്. എന്താ വിജയം, എന്താ പരാജയം? ആപേക്ഷികമാണ്. നമുക്കാകെ ഇത്രയേ പറയാൻ പറ്റൂ. ഒന്ന്, നമ്മളെല്ലാവരും പ്രാപിക്കാൻ ഇച്ഛിക്കുന്നത് സുഖമാണ്. ഒരാൾ നമ്മളോട് ചോദിക്കുക, സ്വാമി നിങ്ങൾ എന്തിനാ സന്യസിച്ചേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സുഖത്തിനാണ്.
വേറൊരു ലക്ഷ്യവും ഇല്ല, വേറെ യാതൊരു ലക്ഷ്യവും ഇല്ല. എന്നെ സംബന്ധിച്ച് ഇല്ല, സുഖം മാത്രമേ ലക്ഷ്യമുള്ളൂ. പക്ഷെ ആ സുഖം എന്നുള്ളത് എന്ത്, എങ്ങനെ എന്നുള്ള ചർച്ചയിലേക്ക് കടക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിലേക്ക്, നിഗമനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. പക്ഷെ ഒന്ന് ഉറപ്പിച്ച് പറയാം, സമസ്ത ജീവരാശിയുടെ സകല പ്രവർത്തനങ്ങളും സുഖത്തിനായിക്കൊണ്ടാണ്. സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവാ പ്രവൃത്തയ. എല്ലാ ജീവികളുടെ എല്ലാ പ്രവർത്തനങ്ങളും സുഖത്തിനായിക്കൊണ്ടാണ്. ഈ സുഖം ശാന്തി സമൃദ്ധമാകുമ്പോൾ, ഈ സുഖം നിരപേക്ഷമാകുമ്പോൾ, ഈ സുഖം ആത്യന്തികമാകുമ്പോൾ അതിന് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞ പേരാണ് ആനന്ദം. നിരപേക്ഷമായ ആത്യന്തികമായ സുഖം. അല്ലാതെ സാമാന്യ ഭാഷയിൽ സുഖം നമ്മൾ പറയുമ്പോൾ അതൊക്കെ സാപേക്ഷമാണ്. എന്തെങ്കിലും ഒന്നിൻ്റെ ലബ്ധിയിൽ എനിക്കൊരു സുഖമുണ്ടായി, പക്ഷേ അതിനേക്കാൾ എത്രയോ അധികം വേറൊരാൾ കാണുമ്പോൾ എനിക്ക് കുറച്ചൊരു വിഷമം ഉണ്ടാവുന്നുണ്ട്, എനിക്ക് അത്രയ്ക്കില്ലല്ലോ. അഥവാ എനിക്കുണ്ട് എന്ന് ഞാൻ അഭിമാനിച്ചത് നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ദുഃഖമാകുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെട്ട്, അത് ഇഷ്ടവിഷയം ഏതോ ആവട്ടെ, ഇഷ്ടവിഷയഭോഗം ചെയ്യുമ്പോൾ നമുക്കൊക്കെ സുഖമുണ്ട്, ഇല്ല എന്ന് പറയരുത്. പക്ഷേ അത് താത്കാലികം മാത്രമാണ്. ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കുമ്പോൾ സുഖമില്ലേ? ഉണ്ട്. എന്നാൽ കഴിച്ചുകൊണ്ടിരുന്നാലോ? മതി, കുറച്ചും കൂടി കഴിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ. അയ്യോ മതി കിട്ടുമോ, മതിയായി. നിങ്ങളോടാ കഴിക്കാൻ പറയണത്, മര്യാദയ്ക്ക് കഴിച്ചോളണം എന്ന് പറഞ്ഞാലോ വിഷമായി. ബാഹ്യമായ വസ്തുവിൻ്റെ അപേക്ഷയിലുള്ള സകല സുഖങ്ങളും പരിമിതങ്ങളാണ്, ആപേക്ഷികങ്ങളാണ്, അതിശയത്തോടു കൂടിയതാ. ഈ സുഖത്തെ അതിശയിച്ച് മറ്റൊന്ന് അവിടെ കണ്ടാൽ എനിക്ക് സുഖം ഒന്ന് കുറഞ്ഞു. ദുഃഖാനുഭവത്തിലും അങ്ങനെ ഉണ്ട് കേട്ടോ. എനിക്ക് വലിയ ദുഃഖം, ഒരു വകുപ്പുമില്ല ജീവിക്കാൻ തന്നെ എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുമ്പോഴാണ് പറഞ്ഞത്, നിങ്ങളെ ദുഃഖം മാത്രമല്ല സ്വാമി, ഇത് കുറേ പേർക്ക് ഉള്ളത് തന്നെയാണ്. ഓ, സമാധാനമായി കിട്ടുക. നോക്കണേ, ഈ ദുഃഖം വേറുള്ളവർക്കും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ദുഃഖം കൂടുക ശരിക്കും വേണ്ടത്. സ്വാമി എനിക്ക് ഇത്ര വയസ്സായിട്ടേ ഉള്ളൂ, തൊണ്ടയിൽ ക്യാൻസർ വർദ്ധിച്ചിട്ട് 3ാമത്തെ ഘട്ടത്തിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞേ, മരണമേ വഴിയുള്ളൂ. ഇതൊന്നും വിഷമിക്കേണ്ടമ്മ, ഇതൊക്കെ എത്ര പേർക്കുണ്ട്. ഉണ്ടോ? കുറേ പേർക്കുണ്ടോ? എന്നാൽ സമാധാനമായി. എന്താ ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം അപേക്ഷികമാണ്. നിരപേക്ഷമായ നിരതിശയമായ സുഖമാണ് ആനന്ദം. മനുഷ്യ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ആത്യന്തികമായ ദൃഷ്ടിയിൽ ഈ ആനന്ദപ്രാപ്തി മാത്രമാണ്. മറ്റേത് വേണമെങ്കിൽ പറഞ്ഞോളൂ, വിരോധമൊന്നുമില്ല. അതിന് താഴെ ഏത് പറഞ്ഞാലും വിരോധമില്ല, ഇല്ലേ? അതിനപ്പുറത്ത് എന്നുള്ള ചോദ്യം വരുമ്പം കണ്ടെത്തണമെന്ന് മാത്രം. ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ ചേർന്നു, അവൻ വിജയിക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷ ജയിക്കണേനാ അപ്പോൾ അയാൾ വിജയിക്കുക പറയണത്. ഏത് വരെ പറയാം? 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ വരെ പറയാം, കഴിഞ്ഞു. പിന്നെ അവൻ യൂണിവേഴ്സിറ്റി ചേർന്നു, അവിടെ ഏതെങ്കിലും പരീക്ഷകൾ പാസ്സായാൽ അവൻ വിജയിച്ചു പറയും. അങ്ങനെ വിജയിച്ചു, ജീവിതത്തിലൊരു ഘട്ടത്തിലെത്തി, പരാജയപ്പെട്ടു, അപ്പോൾ വിജയം എന്തായി? ഒക്കെ പ്രശ്നം തന്നെ. അവിടെ വിജയിച്ചു എന്ന് പറയുന്നത് ആപേക്ഷികവുമാണ്. ഇതൊക്കെ ആപേക്ഷികമാണ്, ഇതെല്ലാം ചിന്തിക്കുക. അപ്പം ജീവിത വിജയം എന്നുള്ളത് എന്ത്? ഇവിടെ നമ്മൾ ധർമ്മത്തിൻ്റെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറയാം, പുരുഷാർത്ഥപ്രാപ്തി എന്നുള്ളത് ആത്യന്തികമായ ആനന്ദം. അതോടൊപ്പം തൻ്റെ ജീവിതം ഈ സാമാജിക ജീവിതവുമായി സമരസപ്പെട്ട് സാർത്ഥകമാകുന്ന അവസ്ഥാവിശേഷം.
അങ്ങനെയാണെങ്കിൽ യാതൊരു സംശയമില്ലാതെ പറയാം, ഈ ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പരമമായ ഉപദേശമായിട്ടാണ് ഭഗവത്ഗീത നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആത്യന്തികമായ ആനന്ദത്തിന് അല്ലെങ്കിൽ പരമപുരുഷാർത്ഥപ്രാപ്തിക്ക് തടസ്സമായിട്ടുള്ളത് ശരിയും തെറ്റും തിരിച്ചറിയാത്ത മോഹമാണ്. മോഹത്തിൻ്റെ മറ്റൊരു ഭാവമാണ് ശോകം. മോഹഗ്രസ്തനായിരുന്ന അർജുനൻ തീർത്തും ശോകമോഹങ്ങളാൽ കർത്തവ്യം വിസ്മരിച്ച അർജുനൻ ഒടുവിൽ നഷ്ടോ മോഹ എന്ന് പറഞ്ഞു. അവിടെ നഷ്ടോ മോഹ എന്ന് പറഞ്ഞത് ആത്യന്തികമായ പുരുഷാർത്ഥത്തിലേക്ക് അർജുനൻ ഉയർന്നോ, അതൊക്കെ വേറെ പ്രകൃതത്തിൽ നമ്മൾ ചിന്തിക്കണം. ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അർജുനൻ ഉയർന്നു. ഏതർജുനൻ? സ്വന്തം കർത്തവ്യങ്ങളിൽ നിന്ന് തീർത്തും പിന്തിരിയുക മാത്രമല്ല, തൻ്റെ പിന്തിരിയലിന് ഉദാത്തമായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മുഖം മൂടി അണിയിച്ച അർജുനൻ. അതാ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ഭഗവത്ഗീത നമുക്കെല്ലാം അറിയാം ഭഗവാൻ അർജുനന് നൽകിയ ഉപദേശമെന്ന്. എപ്പോൾ നൽകിയ ഉപദേശം? അർജുനനും ഭഗവാനും കൂടി സഞ്ചരിച്ച് പ്രശാന്ത സുന്ദരമായ ഏതോ ഏകാന്ത ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ശാന്തചിത്തരായി ചർച്ച ചെയ്തതൊന്നുമല്ല ഗീത. മറിച്ച് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കലുഷിതമായ, ഭഗവാൻ തന്നെ പ്രയോഗിക്കുന്ന വാക്ക് സ്വീകരിച്ചാൽ വിഷമേ എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങേയറ്റം വിഷമസ്ഥിതിയിലിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വിഷമകരമായ അവസ്ഥയാണ് യുദ്ധത്തിൻ്റെ വേള. അത്തരമൊരു മഹായുദ്ധത്തിൻ്റെ മധ്യത്തിൽ അവിടെയാണ് ഗീത ഉപദേശിക്കപ്പെടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് പരീക്ഷണങ്ങളെ നേരിട്ട് പ്രലോഭനങ്ങളിൽ പതറി വീഴാതെ ഈ ജീവിത യുദ്ധത്തിൽ മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഒളിച്ചു മാറാൻ ആർക്കെങ്കിലും കഴിയും, പക്ഷെ ഒളിച്ചോടുന്നവർക്ക് ഒരിക്കലും പുരുഷാർത്ഥപ്രാപ്തിയില്ല. പ്രശ്നങ്ങളെ യഥാതഥമായി മനസ്സിലാക്കി അഭിമുഖീകരിക്കുക. എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന ബോധമുണ്ടാവുക. അങ്ങനെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവർക്ക് പരിഹാരത്തിലേക്ക് എത്താൻ പറ്റൂ. ജീവിതമാകുന്ന ഈ മഹായുദ്ധത്തിൽ ഒരു സംശയമില്ലാതെ പറയാം, എന്താണോ നാം ലക്ഷ്യമായിട്ട് കാണുന്നത് അതിനെ പ്രാപിക്കാൻ കഴിയും. എല്ലാവരും ഒരു ലക്ഷ്യം മുൻനിർത്തണം എന്നൊന്നും പറയാൻ വയ്യ. ഇപ്പം ഇത്ര പേര് നമ്മൾ ഇരിക്കുന്നവരോട് എന്താ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ തീർത്തും വിഭിന്നങ്ങളായ മറുപടികളാണ് ഓരോരുത്തരും പറയുക. ഒരാൾ പറയുന്നത് പോലെ മറ്റൊരാൾ പറഞ്ഞോളണം എന്നൊന്നുമില്ല. നമ്മൾ എത്തിയിരിക്കുന്ന ബൗദ്ധിക തലത്തിനനുസരിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനനുസരിച്ച് വിഭിന്നങ്ങളായ ലക്ഷ്യങ്ങളെ നമ്മൾ പറയാം. പക്ഷേ ഏത് വ്യക്തിയാണെങ്കിലും ജീവിതമാകുന്ന യാത്രയിൽ ഓരോ സന്ദർഭത്തിലും അഭിമുഖീകരിക്കേണ്ടവയെ അഭിമുഖീകരിക്കുക, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. ഏറ്റവും പ്രസക്തമായ മറ്റൊരു ഭാഷ പറയട്ടെ. നോക്കൂ, മനുഷ്യ ജീവിതത്തിന് അനേകം സവിശേഷതകളുണ്ട്. അനേകം. മനുഷ്യന് വിശേഷ ബുദ്ധിയാകുന്ന മഹിമയുണ്ട്.
അതിനനുസൃതമായി ജീവിതത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് മനുഷ്യ ജീവിതത്തിന്. വേദം പോലും പുരുഷോവാവ സുകൃതം എന്ന് പറഞ്ഞത് ഓർമ്മിക്കുക. ഇതിൽ വളരെ വലിയൊരു സവിശേഷത, തൻ്റെ മുന്നിൽ വരുന്ന ഒന്നിലധികമായ സാധ്യതകളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് മനുഷ്യനുള്ളതാണ്. മറ്റു ജന്തുക്കൾക്കതില്ല. സഹജമായ സ്വാഭാവികമായ ചോദനയനുസരിച്ച് അവർ പ്രവർത്തിക്കും. മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ മുന്നിൽ വരുന്ന ഒന്നിലധികമായ സാധ്യതകൾ എപ്പോഴും ഈ സാധ്യതകളിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് മനുഷ്യൻ്റെ സവിശേഷത. ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം തെരഞ്ഞെടുപ്പുകളാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കും. അതും പ്രധാനം തന്നെയാണ്, അത് അപ്രധാനമൊന്നുമല്ല. എന്നാൽ അത് മാത്രമല്ല തെരഞ്ഞെടുപ്പ്. നമ്മുടെ ജീവിതത്തിൽ ദിവസവും നമുക്ക് എത്ര തെരഞ്ഞെടുപ്പുകളുണ്ട്, ഇല്ല? ഓരോ നിമിഷവും ഇത് ചെയ്യണോ അത് ചെയ്യണോ, അതാണോ വേണ്ടത് ഇതാണോ വേണ്ടത്, അങ്ങോട്ടാണോ പോകേണ്ടത് ഇങ്ങോട്ടാണോ വേണ്ടത്. നമ്മൾ ജാഗ്രതയിലേക്ക് വരുമ്പം തുടങ്ങുകയായി ഈ തെരഞ്ഞെടുപ്പുകളുടെ പ്രശ്നം. ഇന്ന് കറി ഉണ്ടാക്കേണ്ടത് എന്താ, ഏത് കഷ്ണമാണ് നുറുക്കേണ്ടത്, അല്ലേ? അത് ചോദ്യങ്ങളാണ്. ഒന്നിലധികം സാഹചര്യം നമ്മൾ മുമ്പിൽ വന്നു ചേരുക. എപ്പോഴും ഈ ഒന്നിലധികമായ സാധ്യതകളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കാൻ മനുഷ്യൻ അധികാരിയാണ്. ഒന്നോർമ്മിക്കുക, എന്തിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം. എന്തിനെയാണോ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ജീവിതം. പിന്നെ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പം മനുഷ്യൻ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ടത് തെരഞ്ഞെടുപ്പുകളിലാണ്. ഏറ്റവും ജാഗ്രത പുലർത്തേണ്ടത്. ശരിയായി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞോ അവൻ വിജയിച്ചു. അതെ. അപ്പം അതുകൊണ്ട് ജീവിത വിജയം തെരഞ്ഞെടുപ്പുകളിൽ അധിഷ്ഠിതമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തെറ്റെന്ന് പറയുമോ? ഒരിക്കലുമില്ല. ജീവിത വിജയം തെരഞ്ഞെടുപ്പുകളിൽ അധിഷ്ഠിതമാണ്. ഓരോ നിമിഷവും തെരഞ്ഞെടുപ്പാണ് നമുക്ക്. ഓരോ നിമിഷവും അത് വേണോ ഇത് വേണോ. നമ്മളെ മുമ്പിൽ ഒന്നിലധികമായ സാധ്യത വരുന്നു. ഏത് സ്വീകരിക്കണം, ഏത് തള്ളണം. അപ്പം ഇവിടെ ശരിയായ അറിവ്, ശരിയായ കാഴ്ചപ്പാട്, ഒന്നിലധികമായ സാധ്യത നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവയെ വേണ്ടതുപോലെ അപഗ്രഥിച്ച് ഗ്രാഹ്യവും ത്യാജ്യവും തിരിച്ചറിയാനുള്ള കഴിവ്, ഇതാണ് മനുഷ്യനെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നത്. ഏത് മനുഷ്യനെ ആയാലും, അത് കച്ചവടക്കാരനെന്നോ കൃഷിക്കാരനെന്നോ അല്ലെങ്കിൽ ബ്രഹ്മചാരിയെന്നോ സന്യാസിയെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരെ സംബന്ധിച്ചും ഉചിതമായ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ സാധിക്കണം. എങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു അർജുനനെ കാണുമ്പോൾ, ഏതാണ് അർജുനൻ? ന ചൈതദ്വിദ്മ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാ നോ ജയേയുഹു. തിരഞ്ഞെടുക്കാൻ അസമർത്ഥനായ അർജുനൻ, തിരഞ്ഞെടുക്കാൻ സാമർഥ്യമില്ലാതായിപ്പോയ അർജുനൻ. നമുക്കറിയില്ല നമ്മൾ ജയിക്കണതാണോ നമുക്ക് നല്ലത്, അല്ല നമ്മൾ തോൽക്കണതാണോ നമുക്ക് നല്ലത്, അറിയില്ല. നച ഏതദ് വിദ്മഹ കതരത് നഹ ഗരീയ. നമുക്ക് കൂടുതൽ ശ്രേഷ്ഠമായത് ഏതാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അത് അതിനല്പം മുമ്പ് പറഞ്ഞു.
കാർപ്പണ്യദോഷോപഹത സ്വഭാവ. അജ്ഞാനമാകുന്ന ദോഷം കൊണ്ട് മറയ്ക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവനാണ് ഞാൻ. അജ്ഞാനമാകുന്ന ദോഷം കൊണ്ട് മറയ്ക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവൻ. മാത്രമല്ല ധർമ്മസമ്മൂഢ ചിത്തനാണ് ഞാൻ. എന്താണ് കർത്തവ്യം എന്താണ് അകർത്തവ്യം എന്ന് വേർതിരിക്കാൻ സാധിക്കാതെ ഉഴറുന്നവനാണ്. ഇവിടെ രണ്ട് തലങ്ങൾ സ്പഷ്ടമാണ്. ഏതാണ് രണ്ട് തലങ്ങൾ? ഒന്ന് മാർഗതലം, രണ്ട് ലക്ഷ്യതലം. മാർഗതലത്തിൽ ഏറ്റവും പ്രസക്തമായത് ധർമ്മമാണ്. ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുക, ധർമ്മത്തിനനുസരിച്ച് നിർണയം ചെയ്യുക, ഇതാണ്. അവിടെയാണ് അർജുനൻ ഏറ്റു പറയുന്നത്, അഹം ധർമ്മസമ്മൂഢ ചേതാഹ, ഞാൻ ധർമ്മസമ്മൂഢ ചിത്തനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന അവസ്ഥയാണിത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന അവസ്ഥയല്ലായിരുന്നു ഇതെങ്കിൽ ഗീത നമുക്ക് ഇത്രക്കേറെ പ്രസക്തമാകില്ലായിരുന്നു. ഇന്നും ലോകത്തിൽ ഏറ്റവും അധികം വ്യാഖ്യാനിക്കപ്പെട്ട ഒരു ഗ്രന്ഥമായ ഒരു ഉപദേശമായി ഗീത നിലനിൽക്കുന്നു. നവങ്ങളായ വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ദാർശനിക ഗ്രന്ഥമായി ഗീത ഇന്ന് നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? നമുക്ക് പ്രസക്തമായതുകൊണ്ടാണ്. എന്തുകൊണ്ട് പ്രസക്തമായി? അർജുനൻ്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്. അർജുനന് നൽകപ്പെടുന്ന പ്രശ്നപരിഹാരം നമുക്കുള്ള പ്രശ്നപരിഹാരമാണ്. ഈ നാം ഏത് തലത്തിൽ ജീവിക്കുന്നവരും ആവാം. അല്ലാതെ കേവലം യുദ്ധക്കളത്തിൽ യോധനം ചെയ്യുന്ന ക്ഷത്രിയന് മാത്രമുള്ളതല്ലിത്. അപ്പോൾ ആ പ്രശ്നത്തെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. രണ്ട് പ്രശ്നമാണ്. ഒന്ന് ധർമ്മസമ്മൂഢചേതാഹ, എന്താണ് ധർമ്മമെന്ന് നിർണയിക്കുന്ന വിഷയത്തിൽ സമ്മൂഢത വന്ന ബുദ്ധിയോടൊത്തവൻ. എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളതിനെ ഭഗവാൻ ഭാഷ്യകാരൻ വരച്ച് കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. മമത്വബുദ്ധിയാൽ ആവേശിക്കപ്പെട്ടിട്ട്. മമത്വബുദ്ധി എൻ്റെ, ഇതെൻ്റെ ബന്ധുക്കളാണല്ലോ, ഞാൻ ഇവരുടേതാണല്ലോ, ഇവരെൻ്റെതാണല്ലോ. ഈ മമത്വബുദ്ധിയാൽ ബാധിക്കപ്പെട്ടിട്ട് വ്യക്തിബാഹ്യമായി അപഗ്രഥിക്കാനും തത്കാലത്ത് തൻ്റെ മുഖ്യധർമ്മം എന്തെന്ന് നിശ്ചയിക്കാനും അർജുനൻ പരാജയപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നതായത്, നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരുന്ന പ്രശ്നമാണിത്. ഇതാണ് മാർഗതലത്തിൽ അർജുനന് സംഭവിച്ചത്. അവിടെ വേണമെങ്കിൽ നമുക്ക് അല്പം കൂടി നിരൂപണം ചെയ്യാം. മഹാഭാരത യുദ്ധം അനിവാര്യമായി തീർന്നു. യുദ്ധം ഒഴിവാക്കാൻ എന്തെല്ലാം മാർഗങ്ങളെ ധർമ്മശാസ്ത്രമനുസരിച്ച് അവലംബിക്കണമോ അതെല്ലാം അവലംബിച്ചു. എന്തിന്? സാക്ഷാൽ ഭഗവാൻ തന്നെ ആ ദൗത്യമേറ്റെടുത്ത് പോയി. സാധിച്ചില്ല. അർദ്ധരാജ്യം പോകട്ടെ, 5 ഗ്രാമം പോകട്ടെ, 1 ഗ്രാമം പോകട്ടെ, 5 ഗൃഹം പോകട്ടെ, 1 ഗൃഹം പോകട്ടെ, സൂചി കുത്താനുള്ള ഇടം പോലും ഇല്ല എന്ന ധാർഷ്ട്യത്തിന് മുമ്പിൽ സാമദാന ഭേദങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ദണ്ഡം തന്നെയേ ഉള്ളൂ. യുദ്ധം അനിവാര്യമായി തീർന്നു. രണ്ട് വിഭാഗവും യുദ്ധസന്നദ്ധരായി. എന്നല്ല, പാണ്ഡവപക്ഷത്തേക്ക് ഏറ്റവും അധികം സൈന്യ സമാഹാരം ചെയ്തത് അർജുനനാണ്. എന്നല്ല, സാക്ഷാൽ ഭഗവാനെ പോലും ക്ഷണിച്ചു കൊണ്ടുവന്നത് അർജുനനാണ്. ആരോടൊക്കെ കൂടെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് വ്യക്തമായ അർജുനൻ അറിയാം. ആരൊക്കെയാണ് എതിർചേരിയിൽ വ്യക്തമായി അറിയാം.
ധീരനാണ് അർജുനൻ, വില്ലാളി വീരനാണ് അർജുനൻ. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ അറിയാം, പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ, നേരിട്ട് കാണുക മാത്രമല്ല, ഭഗവാനോട് അർജുനൻ പറഞ്ഞു, ഭഗവാനെ എന്നൊന്നുമല്ല, കൃഷ്ണ എന്നാണ്, എൻ്റെ രഥത്തെ 2 സൈന്യങ്ങളുടെ നടുക്ക് കൊണ്ടുപോയി നിർത്തൂ, ആരോടൊക്കെ കൂടെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണട്ടെ, ഞാൻ ശരിക്ക് കാണുന്നവരെ നിർത്തിക്കൊള്ളണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. 64 കിലോമീറ്റർ നീളവും 64 കിലോമീറ്റർ വീതിയുമുള്ള യുദ്ധക്കളമാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, എത്ര വലുതാണ്. 64 കിലോമീറ്റർ നീളം, അത്ര തന്നെ വീതിയും. എത്ര വലിയ യുദ്ധക്കള. എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി നിർത്താമായിരുന്നു ഭഗവാന് രഥത്തെ. എന്നാൽ ആരെയൊക്കെ കണ്ടാൽ അർജുനന് വികാര വൈവശ്യമുണ്ടാകുമോ, ആരെയൊക്കെ കണ്ടാൽ അർജുനൻ മമത്വത്താൽ ആവേശിക്കപ്പെട്ടവനാകുമോ, അവരുടെ മുമ്പിൽ അവിടെ കൊണ്ടുപോയി നിർത്തി. എന്നിട്ടും വിജയിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, പാർത്ഥ പശ്യ ഏതാൻ സമവേതാൻ കുരൂൻ, ഒത്തുചേർന്ന നിൻ്റെ കുടുംബക്കാരെ കണ്ടോളൂ. കുടുംബക്കാരെ കാണട്ടെ എന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടോ? കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ എന്ന് അർജുനൻ ചോദിച്ചേ. ആരോടൊക്കെ കൂടെയാണോ യുദ്ധം ചെയ്യേണ്ടത് അവരൊക്കെ ഒന്ന് കാണട്ടെ, പോരെങ്കിൽ ദുർബുദ്ധികളെ കാണട്ടെ എന്നും ചോദിച്ചിട്ടുണ്ട്. ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവഃ ഏ താൻ എന്നാണ്. ഭഗവാൻ അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല. ഭഗവാൻ എന്ത് പറഞ്ഞു? നിൻ്റെ ബന്ധുക്കളെ കണ്ടോളൂ. അർജുനൻ ബന്ധുക്കളെ കാണാൻ ആഗ്രഹിച്ചിരുന്നോ? ഇല്ല. വളരെ മനഃശാസ്ത്രപരമായ സമീപനമാണ് ഭഗവാൻ്റെത്. അർജുനൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന മമത്വത്തെ കൂടി പുറത്തു കൊണ്ടുവന്ന് അതിനെ ഇല്ലാതാക്കാനുള്ള യജ്ഞമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിൻ്റെ കുടുംബക്കാരെ കണ്ടോളൂ എന്ന്. അർജുനൻ നോക്കി, തത്രാപശ്യ സ്ഥിതാൻ പാർത്ഥ പിതॄൻ അഥ പിതാമഹാൻ, പിതൃതുല്യന്മാരെ, പിതാമഹന്മാരെ, മാതുലന്മാരെ, ഭ്രാതൃക്കളെ, സർവത്ര ബന്ധുക്കളെ കണ്ടു. അല്പസമയം കൊണ്ട് തന്നെ അർജുനൻ മമത്വത്താൽ ആവേശിക്കപ്പെട്ടു. ഇവരെല്ലാം എൻ്റെതാണല്ലോ, ഞാൻ ഇവരുടേതാണല്ലോ. ഉടനെ പിന്തിരിയുകയാണ്. ആദ്യം പിന്തിരിയുന്നില്ല. ആദ്യം മനസ്സ് വ്യാകുലമായി വന്നു. ആ വ്യാകുലതയുടെ മൂർധന്യത്തിലെത്തിയപ്പോൾ അർജുനൻ തീരുമാനങ്ങളിലെത്തി. ഈ യുദ്ധം കർത്തവ്യമല്ല. ഒരു വേള ഭഗവാനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അർജുനൻ പറയുന്നുണ്ട്, അഹോ ബത മഹത് പാപം കർത്തും വ്യവസിത വയം. വയം എന്നുള്ളതിന് ഞങ്ങളെന്നും നമ്മളെന്നും അർത്ഥമുണ്ട്. ഭഗവാൻ അടക്കമുള്ള നമ്മൾ മഹാപാപം ചെയ്യാൻ ഒരുങ്ങിയല്ലോ എന്ന് വരെ അർജുനൻ പറയുന്നു. ഒരക്ഷരം പ്രതികരിക്കാതെ കേട്ടിരിക്കുക ഭഗവാൻ. അങ്ങനെ ക്രമികമായി ഭഗവാന്റെ മുമ്പിൽ ന്യായവാദങ്ങളെ നിരത്തി ഒടുവിൽ അർജുനൻ പ്രതിജ്ഞ ചെയ്തു. എന്താ പ്രതിജ്ഞ? എനിക്ക് പ്രതികാരബുദ്ധിയില്ല, ഞാൻ ആയുധമെടുക്കില്ല, അങ്ങനെയുള്ള എന്നെ ആയുധമേന്തിയ ധാർത്തരാഷ്ട്രന്മാർ യുദ്ധത്തിൽ കൊന്നുകൊള്ളട്ടെ, അതെനിക്ക് ക്ഷേമകരമായിരിക്കും എന്ന്. ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഒരാൾ തൻ്റെ കർത്തവ്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി കർമ്മമാർഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കർമ്മമാർഗത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ കർമാചരണ പദ്ധതിയുടെ നിസ്സാരത മനസ്സിലാക്കി അയാൾക്ക് ആ കർമ്മം ഉപേക്ഷിക്കാനുള്ള അധികാരമില്ലേ? സന്യസിക്കാനുള്ള അധികാരമില്ലേ? ഉണ്ട്.
അപ്പം അർജുനന് ഈ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളേ? അർജുനൻ ഒഴിവാക്കാലോ. യുദ്ധം ചെയ്യാൻ വന്നു എന്നുള്ളത് ശരിയാ. ആ യുദ്ധം വേണ്ട എന്ന് മനസ്സിലാക്കി അർജുനന് പിന്തിരിയാലോ, സന്യസിക്കാലോ. അർജുനന് ശാസ്ത്രവിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. നോക്കൂ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അർജുനൻ ഞാൻ യുദ്ധം ചെയ്യില്ല എന്നും പറഞ്ഞ് ഇരുന്ന ഇരിപ്പുണ്ടല്ലോ, അത് പുഞ്ചിരിച്ചുകൊണ്ടല്ല, അത് നിശ്ചയദാർഢ്യത്തോടു കൂടിയല്ല. മറിച്ച് അർജുനൻ്റെ ചിത്രം അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. കൃപയാവിഷ്ടം അശ്രുപൂർണാകുലക്ഷണം വിഷീദന്തം. വിഷാദഗ്രസ്തനായിരിക്കുന്നു, വിഷീദൻ. അശ്രുപൂർണാകുലക്ഷണം, കണ്ണുനീര് നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി വികാരഭരിതനായിരിക്കുകയാണ് അർജുനൻ. സന്യാസ സ്വീകരണം വികാരത്തോടു കൂടിയല്ല, വിവേകത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ അർജുനൻ്റെ കർമ്മത്യാഗം അസ്വീകാര്യമാണ്. അല്ലെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യുമായിരുന്നു? അർജുന, നിൻ്റെ നല്ല തീരുമാനമാണ്, മിടുക്കൻ, പൊയ്ക്കോളൂ. എങ്ങോട്ട് പഞ്ചാ, ഹിമാലയത്തിലേക്കോ മറ്റോ പൊയ്ക്കോളൂ, വണ്ടിക്കൂലി ഞാൻ തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ വേണമെങ്കിൽ അർജുനന് ഹിമാലയത്തിലേക്ക് പോകാനുള്ള വണ്ടിക്കൂലി അടക്കം കൊടുക്കുമായിരുന്നു. ഒരു സംശയവുമില്ല. അർജുനൻ സമചിത്തതയെ പ്രദർശിപ്പിച്ചുകൊണ്ട് വിവേകത്തോടു കൂടിയാണ് ഈ വാക്കുകളെ പറഞ്ഞിരുന്നതെങ്കിൽ, പക്ഷെ അർജുനൻ പറഞ്ഞത് വിഷാദഗ്രസ്തനായിട്ടാണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ഹേ അർജുന, നിനക്കീയോ നിനകൊള്ളായ്മ എവിടുന്ന് വന്നടോ? വിഷമാവസ്ഥയിലിരിക്കുന്ന നിനക്ക് എവിടുന്ന് വന്നു ഈ മൗഢ്യം, ഈ കശ്മലത, ഈ നിന്ദ്യമായിരിക്കുന്ന ഭാവം? പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇത് നിനക്ക് ചേരില്ല കേട്ടോ. ഈ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് നീ എഴുന്നേൽക്കൂ. ഒറ്റ വാക്യം കൊണ്ട് അതുവരെ അർജുനൻ പറഞ്ഞ സകല ന്യായവാദങ്ങളെയും ഭഗവാൻ തള്ളിക്കളഞ്ഞു. ഇപ്പം അർജുനന് സംശയമായി, അപ്പം എൻ്റെ നിഗമനങ്ങൾ തെറ്റാണോ? ആണെങ്കിൽ എന്താണ് ശരിയായ മാർഗം? അപ്പം അർജുനന് എന്ത് ധർമ്മസമൂഢതയാണ് വന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. ഇതായിരുന്നു അർജുനൻ്റെ മാർഗതലത്തിലെ പ്രശ്നം. ലക്ഷ്യതലത്തിലെ പ്രശ്നം എന്താ? കർപ്പണ്യദോഷോപഹത സ്വഭാവ. വ്യാഖ്യാനിച്ച തീരാത്തൊരു പദമാണ്. ഇത്ര ദിവസങ്ങൾ വേണമെങ്കിൽ നമുക്ക് കൂടിയിരിക്കാം ആ പദം വ്യാഖ്യാനിച്ചാൽ. പക്ഷെ ഇത്ര മാത്രം പറയട്ടെ, കൃപണൻ്റെ ഭാവമാണ് കാർപ്പണ്യം. കൃപണൻ എന്ന് പറഞ്ഞാൽ സാമാന്യ സംസ്കൃത ഭാഷയിൽ ഹീനൻ, ദുഃഖിതൻ, ദീനൻ എന്നൊക്കെയാണ് അർത്ഥം പറയുക. എന്നാൽ വേദാന്തത്തിൽ അങ്ങനെ പറഞ്ഞാൽ പോരാ. വേദാന്ത സാരമാണല്ലോ ഭഗവത്ഗീത. സർവ ഉപനിഷത്തുക്കളാകുന്ന പശുക്കളുടെയും സാരഭൂതമായ ആ അമൃതമയമായ പാലാണല്ലോ ഭഗവത്ഗീത. അപ്പോൾ ഉപനിഷൻ വാങ്മയത്തിൽ എന്താണ് ഈ കാർപ്പണ്യത്തിനർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉപനിഷത്ത് വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ച് ജീവിച്ചിട്ടും അജ്ഞാനിയായി കഴിയുന്നതാണ് കൃപണത എന്ന്. യോവാ ഗാർഗി ഏതദക്ഷരമവിദിത്വാ അസ്മാ ലോകാത് പ്രൈതി സകൃപണഃ. അല്ലയോ ഗാർഗി, ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ച് വസിച്ചിട്ടും അജ്ഞാനിയായി മരിച്ചു പോകുന്നതാണ് കൃപണൻ. അവനാണ് കൃപണൻ. അപ്പോൾ കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാനം. അജ്ഞാനമാകുന്ന ദോഷം കൊണ്ട് മറയ്ക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവനാണ് ഞാൻ. എന്താ നമ്മുടെ സ്വഭാവം?
ഒരു നിമിഷം ചിന്തിക്കുമോ നമ്മുടെയൊക്കെ സ്വഭാവം എന്താ? എന്താ നമ്മുടെ സ്വഭാവം? വലിയ ശാസ്ത്രബോധമൊന്നും വേണ്ട, നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മുടെ സ്വഭാവം എന്താണ്. നോക്കൂ, നമ്മൾ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകളിലൂടെ കടന്നു പോവുക ദിവസവും, ഇല്ലേ? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. എന്താ ജാഗ്രത്തിൻ്റെ ലക്ഷണം? ഉണർന്നിരിക്കുന്ന അവസ്ഥയാ സ്വാമി ജാഗ്രത്. ഒരാൾ കണ്ണുമൊഴിച്ചിരിക്കുക, അപ്പോഴയാളെ മുമ്പിൽ പോയി ഞാൻ നിന്നു, അയാളങ്ങനെ ഇരിക്കുക. പിന്നീട് ഒരു പിറ്റേന്ന് ഞാൻ ചോദിച്ചു, അല്ല ഞാൻ വന്ന് നിന്നപ്പോൾ നീ ഒന്നും സ്വാമി എപ്പോഴും ഞാൻ സ്വാമീനെ കണ്ടില്ലല്ലോ, ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് നിന്നിരുന്നു. അയ്യോ, ഞാൻ എന്തോ ആലോചിച്ചിരുന്നതാട്ടുവോ. ജാഗ്രതാണോ അല്ലയോ? അല്ല. ഇപ്പം ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയല്ല. ഇന്ദ്രിയൈഹി അർത്ഥോപലബ്ധി ജാഗരിതം. ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അറിയുന്ന അവസ്ഥയ്ക്കാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുക. അപ്പോൾ കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, മണക്കുന്നു, സ്പർശിക്കുന്നു, ഇങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അറിയുന്ന ജാഗ്രത അവസ്ഥ. അതിൽ കഴിഞ്ഞുകൂടി കുറച്ചു നേരം കഴിഞ്ഞു, കരണങ്ങളൊക്കെ മെല്ലെ മെല്ലെ പിന്തിരിയാൻ തുടങ്ങി, വിശ്രമം ആവശ്യമുണ്ട്. അങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളൊക്കെ വിശ്രമിക്കാൻ പോയി. അന്തഃകരണം വിശ്രമിച്ചിട്ടുമില്ല. ആ സമയത്ത് ജാഗ്രത്തിലെ സംസ്കാരത്തിനനുസരിച്ച് വിഷയങ്ങളോടൊത്ത് അന്തഃകരണത്തിലുണ്ടാകുന്ന വൃത്തിക്കാണ് നമ്മൾ സ്വപ്നം എന്ന് പറയുക. സ്വപ്നം. ഇപ്പോൾ സ്വപ്നത്തിൻ്റെ ലക്ഷണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 ജാഗ്രത സംസ്കാരത്തിനനുസരിച്ചാണ്, 2 അത് വിഷയത്തോടൊത്തതാണ്, 3 അത് കരണങ്ങൾ ഉപസംഹരിക്കപ്പെടുന്നത് സമയത്തുണ്ടാവുന്ന അനുഭവമാണ്, കേവല വൃത്തിരൂപമാണ്. ഈ സ്വപ്നം നമ്മൾ അനുഭവിക്കുന്നു. സ്വപ്നാനുഭവം കഴിഞ്ഞ് പതുക്കെ നമ്മൾ സുഷുപ്തിയിലേക്ക് പോകുന്നു. സുഷുപ്തിയാണ് നല്ല ഉറക്കം, ഗാഠനിദ്ര, ഒന്നും കാമിക്കാത്ത, ഒരു സ്വപ്നവും കാണാത്ത ഉറക്കം. ഈ 3 അവസ്ഥകളിലൂടെ നമ്മൾ നിരന്തരം നിത്യവും കടന്നു പോവുക. ഇനി നമ്മുടെ ജീവിതത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ശൈശവം, ശിശുവായിരുന്ന ഭാവം ഒന്ന് ഓർത്തു നോക്കൂ. ശിശുവായിരുന്നപ്പോൾ ഉള്ളത് ഓർമ്മയില്ലേ? ഉണ്ടാവും. ചിലർക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല, ചിലർക്ക് ബാല്യം തൊട്ടൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാ ബാല്യാദിഷു അഭി ജാഗ്രതാദിഷു അഭി എന്നൊക്കെ പറഞ്ഞിട്ട് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ രചിക്കുന്നത്. ചിലർ ചോദിക്കുക, ബാല്യാദിഷു പറഞ്ഞത് ശൈശവാദിഷു പറയാതെ ഭൂരിഭാഗം പേർക്കും ശൈശവത്തിന് ഓർമ്മ ഉണ്ടാവില്ല. ശരിക്കും പറയേണ്ടത് ശൈശവാദിഷു എന്നാ, സംശയമൊന്നുമില്ല. ശരി, അപ്പോൾ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ അവസ്ഥകളിൽ തീർത്തും വിഭിന്നങ്ങളാണ് നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ രൂപങ്ങൾ, നമ്മുടെ വ്യവഹാരങ്ങൾ, അല്ലേ? ശിശു ആയിരിക്കുമ്പോൾ ആ നിഷ്കളങ്ക ഭാവം, എന്തൊക്കെ ഉണ്ടായി നമ്മൾ ശിശു ആയപ്പോൾ ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ ബാല്യത്തിലേക്ക് വന്നു, പതുക്കെ കൗമാരത്തിലേക്ക് വന്നു, പതുക്കെ യൗവനത്തിലേക്ക് വന്നു. ഈ ശിശുവും ഈ യുവാവും അല്ലെങ്കിൽ യുവതിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഒരു ഛായ പോലും ഇല്ല. അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോഴോ ഒരു 70 വയസ്സുള്ള ഒരാളോട് ഒരു 6 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് നീ തന്നെ അല്ലേന്ന് ചോദിച്ചാൽ അയാൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെയല്ലേ, അല്ല അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. പക്ഷേ ഞാൻ എന്നുള്ളത് അനുസ്യൂതമാണ്.
ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഞാൻ എന്നുള്ളത് അനുസ്യൂതമാണ്. ബാല്യത്തിൽ നമ്മൾ അനുഭവിച്ച ഒരനുഭവം ഞാൻ അനുഭവിച്ചതാണെന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. പക്ഷേ അന്നത്തെ രൂപവുമായി എന്തെങ്കിലും സാമ്യം ഇന്നത്തെ രൂപത്തിനുണ്ടോ? ഇല്ല. അപ്പം തീർത്തും വിലക്ഷണങ്ങളാണെങ്കിലും അവിടെയെല്ലാം സമാനമായ അനുസ്യൂതമായി ഞാൻ നിലകൊള്ളുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ ജാഗ്രസ്വപ്ന സുഷുപ്തികളിൽ ഞാൻ ഏകനാണ് നിലകൊണ്ടത്. അനുഭവങ്ങൾ വിഭിന്നങ്ങളാണ്. ജാഗ്രത്തിലെ അനുഭവമല്ല സ്വപ്നത്തിൽ, സ്വപ്നത്തിലെ അനുഭവമല്ല സുഷുപ്തിയിൽ. മൂന്നും വിഭിന്നങ്ങളാണ്. പക്ഷേ മൂന്നനുഭവങ്ങളെയും നേടിയ ഞാൻ ഏകനാ, സത്ത. ഞാൻ സത്താണ്. ഈ അനുഭവങ്ങളെയും ഈ അവസ്ഥകളെയും അറിഞ്ഞതാരാ? ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെ അനുഭവങ്ങളെ, ആ അവസ്ഥകളെ അറിഞ്ഞതാരാ? ഞാനാ. ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിലെ അവസ്ഥകളെ അറിഞ്ഞതാരാ? ഞാനാ. ഞാൻ അറിയുന്നവൻ എന്നതിലും അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ ചിത്താണ്. ഞാൻ സത്താണ്, ഞാൻ ചിത്താണ്. ആർക്കെങ്കിലും സംശയം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇനി ഞാൻ ആനന്ദമാണ്, അത് മാത്രം സ്വാമി പറഞ്ഞേക്കരുത്. എൻ്റെ ദുഃഖങ്ങളൊന്നും സ്വാമിക്ക് അറിയില്ല. ആനന്ദം അത്രേ. അതൊക്കെ സമ്മതിച്ചു. നമ്മുടെ സ്വരൂപം ആനന്ദ. നമ്മൾ ഏറ്റവും പ്രേമിക്കുന്നത് ആരെയാ? കള്ളം പറയണ്ട. അടുത്ത ഭർത്താവോ ഭാര്യയോ അച്ഛനോ അമ്മയോ കുഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കള്ളം പറയാൻ നമുക്ക് തോന്നിയെന്ന് വരും. സത്യസന്ധമായി പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഏറ്റവും പ്രേമിക്കുന്നത് നമ്മെ തന്നെയാണ്. അല്ല? അതെ, സംശയമില്ല. ഏത് നമ്മെ? ഏത് നമ്മെ? നമ്മളൊന്നല്ലേ ഉള്ളൂ. അല്ല, നമ്മളൊന്നേ ഉള്ളൂ. എന്നാലും പറയട്ടെ, ഏത് നമ്മളെ? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ കാല് മുറിച്ച് മാറ്റിയേ മതിയാവൂ. അത്തരമൊരു ഘട്ടം ജീവിതത്തിൽ വരാതിരിക്കട്ടെ. വന്നാൽ നമ്മൾ സമ്മതിക്കുകയോ ഇല്ലയോ? സമ്മതിക്കും. ഒരു സംശയമില്ല, സമ്മതിക്കും. വളരെ ദുഃഖമുണ്ടാവും. എങ്കിൽ പോലും ഞാൻ നിലനിൽക്കുന്നതിന് തടസ്സമാണ് എൻ്റെ കാലെങ്കിൽ കാല് പോട്ടെ. കാലിനേക്കാൾ ഞാൻ എന്നെ പ്രേമിക്കുന്നു. ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ, അയ്യോ വല്ലാതെ വൈകിയല്ലോ വരാൻ, എന്നാലും ഈ മരുന്ന് കഴിച്ചു നോക്കുക, രക്ഷപ്പെടും. രക്ഷപ്പെടാതിരിക്കില്ല. പക്ഷേ എന്താ പക്ഷേ? നിങ്ങളുടെ കാഴ്ച 100% നഷ്ടപ്പെടും. നിങ്ങൾ അന്ധനായി പോവും. അയ്യോ അന്ധനായിട്ട് ജീവിക്കേണ്ട കേട്ടോ, വേണ്ടേ, എന്നാ മരിച്ചോട്ടെ. അയ്യോ മരിക്കാൻ വയ്യ. നമ്മൾ സമ്മതിക്കും. കാല് പോവും എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ ദുഃഖം ഉണ്ടാവും. പക്ഷെ നമ്മൾ സമ്മതിക്കും അത്തരമൊരു ഘട്ടം ജീവിതത്തിൽ വന്നാൽ. എന്തുകൊണ്ട്? കണ്ണിനേക്കാൾ ഞാൻ എന്നെ പ്രേമിക്കുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ വരാൻ വളരെ വൈകിപ്പോയി, എന്നാലും നമുക്കൊരു പരീക്ഷണം ചെയ്യാം, രക്ഷപ്പെടും, ഉറപ്പാ. പിന്നെന്താ ഡോക്ടർ പ്രശ്നം? നിങ്ങൾ ഭ്രാന്തനായി പോവും. അയ്യോ ഭ്രാന്തനായിട്ട് ജീവിക്കണ്ടെന്ന് ഇപ്പം പറയും. പക്ഷെ അത്തരമൊരവസ്ഥ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. വന്നാൽ നമ്മൾ സമ്മതിക്കും. എങ്ങനെയെങ്കിലും ജീവിക്കണം. നമുക്ക് ഓരോരുത്തർക്കും പരമപ്രേമം നമ്മളോട് തന്നെയാണ്. മറ്റെല്ലാത്തിനെയും നമ്മൾ പ്രേമിക്കുന്നത് നമുക്ക് വേണ്ടിയാ. അതല്ലേ മലയാളത്തിൽ അറിഞ്ഞോ അറിയാതെയോ പറയാറുണ്ട്, നിന്നെ ഞാൻ ആത്മാർത്ഥമായി പ്രേമിക്കുന്നു. എന്താ ഇതിനർത്ഥം? നിന്നെ ഞാൻ എനിക്ക് വേണ്ടി പ്രേമിക്കുന്നു. നീ വിചാരിക്കുന്ന നിനക്ക് വേണ്ടി പ്രേമിക്കുന്നു അല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. നിന്നെ ഞാൻ ആത്മാർത്ഥമായി പ്രേമിക്കുന്നു. ആത്മാർത്ഥം വെച്ചാൽ എനിക്ക് വേണ്ടി. വേറൊരർത്ഥം ഇല്ല ആത്മാർത്ഥം എന്നുള്ളതിന്. ആത്മാർത്ഥം എന്നുള്ളതിന് വേറെന്താ അർത്ഥം? ഞാൻ ആത്മാവിന് വേണ്ടി ആത്മാർത്ഥം.
അതിന് വേറെ വല്ല ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് നമ്മൾ ഉത്തരവാദിയല്ല. ഇതേ അതിനർത്ഥമുള്ളൂ. ആത്മാർത്ഥം വെച്ചാൽ തനിക്ക് വേണ്ടി. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, ആത്മാർത്ഥമായി ജോലി ചെയ്യണം കേട്ടോ, തനിക്ക് വേണ്ടി ജോലി ചെയ്യണം, വേറെയുള്ളവർക്കല്ല, വേറെയുള്ളവരെ കാണിക്കാനല്ല. എൻ്റെ കർത്തവ്യമാണെന്ന് പറഞ്ഞ് തനിക്ക് വേണ്ടി ചെയ്തോളണം. ഞാൻ എന്ത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാ, വേറെയുള്ളവരെ ബോധിപ്പിക്കാനല്ല. അപ്പം നമ്മുടെ സ്വഭാവം എന്താ? സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. കാരണം ആനന്ദമായതിലേ ഇത് കുറേ പേപ്പറുണ്ട്. ആനന്ദമായതിലേ പ്രേമം ഉണ്ടാവുള്ളൂ. ഈ സ്വഭാവം സച്ചിദാനന്ദം മറഞ്ഞുപോയി. എന്തുകൊണ്ട്? അജ്ഞാനം കൊണ്ട്. നമ്മൾ ഓരോരുത്തരും ഞാൻ സച്ചിദാനന്ദമാണെന്ന് തിരിച്ചറിയുന്നില്ല. പകരം ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, ഞാൻ കറുത്തിട്ടാണ്, ഞാൻ വെളുത്തിട്ടാണ്, ഞാൻ തടിച്ചിട്ടാണ്, ഞാൻ മെലിഞ്ഞിട്ടാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചിരിക്കുക. ഒരു 5-6 വർഷം മുമ്പ് എന്നോടൊരു കൂട്ടർ ചോദിച്ചു, സ്വാമി നിങ്ങൾ വാസ്തവത്തിലൊരു സന്യാസിയാണോ? ഞാൻ പറഞ്ഞു, ഞാനാ. ഞാൻ എങ്ങനെ സന്യാസിയാന്ന് പറയുന്നത്? ഞാനാ, അത്രേ എനിക്ക് അറിഞ്ഞുള്ളൂ. കാരണം ഞാനിപ്പോൾ പറയാണ് ഞാൻ ഒരു സന്യാസിയാണെന്ന് പറഞ്ഞു. സന്തോഷം, ഞാൻ സന്യാസിയാണെന്ന് അഭിമാനം എനിക്ക് ഒരു 35 കൊല്ലം മുമ്പുണ്ടായിരുന്നോ? 36 കൊല്ലം മുമ്പ് എനിക്ക് സന്യാസിയാന്നുള്ള അഭിമാനം ഇല്ല. അന്ന് എൻ്റെ സങ്കല്പം ഞാൻ സന്യാസി ആവുന്ന. അതിനു മുമ്പോ എനിക്ക് സന്യാസിയാവും എന്നുള്ള സങ്കല്പവും ഇല്ല. മറ്റു പലതും ആവുന്ന ആ സങ്കല്പം. എനിക്ക് കുറച്ചു കാലം കഴിഞ്ഞു, കാറ്റുപോയി. അപ്പോൾ ആ ശവശരീരം നോക്കിയിട്ട് ആരെങ്കിലും അത് സന്യാസിയാന്ന് പറയുമോ? പറയില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാന്നേ പറഞ്ഞോളൂ. ചിന്തിക്കുക. ഞാനല്ലാത്ത ഭാവങ്ങളെ എന്നിൽ അധ്യാരോപിച്ചാണ് ഞാൻ കഴിയുന്നത്. അനേക അധ്യാരോപങ്ങൾ, എത്രയാന്ന് പറയാൻ വയ്യ. ഈ അധ്യാരോപങ്ങളൊക്കെ അജ്ഞാനമാകുന്ന ദോഷം കൊണ്ടാണ്. അജ്ഞാനമാകുന്ന ദോഷം ആദ്യം ആവരണം ചെയ്യും, അനന്തരം വിക്ഷേപം ചെയ്യും. താനായ തന്നെ, സച്ചിദാനന്ദമായ തന്നെ മറയ്ക്കും. അതാണ് ആവരണം. രണ്ടാമത് താൻ അല്ലാത്ത പലതുമാണെന്ന് തോന്നിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഒരാൾ വേറൊരാളോട് പറഞ്ഞു, നിനക്ക് ഞാൻ ആരാന്ന് മനസ്സിലായിട്ടില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പോയി തൊഴുതു അദ്ദേഹത്തെ. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഇങ്ങനെ സ്വയം തിരിച്ചറിഞ്ഞ ഒരാളെ കണ്ടിട്ടില്ല. ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ലെന്നാ, ഞാൻ മനസ്സിലാക്കി തരാൻ നിന്നെ ഞാൻ ആരാന്ന്. എന്താ കഥ ആലോചിച്ച് നോക്കൂ. അപ്പം ഞാൻ ആരാന്ന് മനസ്സിലാക്കിയ ആളെന്ന് ഇപ്പോൾ പറഞ്ഞത് ഇല്ലേ? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെന്നാണല്ലോ അർത്ഥം. നമോ നമ. അല്ലാണ്ടെന്താ? കാരണം അനേക ലക്ഷം ജന്മങ്ങൾക്കൊടുവിൽ ബഹൂനാം ജന്മനാമന്തേ, അത്രേ പറയാനൊക്കൂ, ജ്ഞാനവാനാവുകയാണ്. താൻ ആരെന്ന ബോധത്തിലേക്ക് ഉയരുകയാണ്. എന്താ ബോധം? ഞാൻ സച്ചിദാനന്ദമാണെന്ന ബോധം. അപ്പോൾ ഇവിടെ അർജുനൻ ഒരു തിരിച്ചറിവുണ്ടായി. അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവനാണ് ഞാൻ. ഇതാണ് ലക്ഷ്യതലത്തിൽ ഗീത ഉപദേശിക്കപ്പെടുന്ന പ്രശ്നബീജം. മാർഗതലത്തിൽ ഗീത ഉപദേശിക്കപ്പെടുന്ന പ്രശ്നബീജം ഒരു സംശയമില്ലാതെ പറയാം, ധർമ്മസമ്മൂഢചേതാഹ എന്നുള്ളതാണ്. ഈ 2 പ്രശ്നബീജങ്ങൾക്കും സമാധാനം നൽകുകയാണ് ഭഗവാൻ തൻ്റെ 17 അധ്യായങ്ങളിൽ നീണ്ട ഉപദേശങ്ങളിലൂടെ. വാസ്തവത്തിൽ 17 അധ്യായം എന്ന് പറയേണ്ട ആവശ്യമില്ല. 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽ എന്ന് പറഞ്ഞാൽ മതി. ഏകദേശം ഒരു 30 ശ്ലോകം വരെ ഇത്ര പറഞ്ഞാൽ മതി. ഇനി പോരാന്നുണ്ടെങ്കിൽ 2-ാം അധ്യായം മുഴുവൻ എടുത്തോളൂ. അവിടെ സമ്പൂർണമായി മാർഗതലത്തിൽ എങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി നേടി
എങ്ങനെ കർമ്മങ്ങളെ ഉപാസനയാക്കി മാറ്റി തത്വവിജ്ഞാനത്തിലേക്ക് ഉയരുന്നതിനുള്ള അർഹത നേടണം എന്നുള്ളതിനെ വർണ്ണിക്കുന്നു. അവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെ, ആവർത്തിക്കാം, ചെയ്യുന്ന അഥവാ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെ എങ്ങനെ ഉപാസനയാക്കി തീർക്കാം. അങ്ങനെ കർമ്മങ്ങൾ ഉപാസനയായി തീരുമ്പോൾ അതെങ്ങനെ ചിത്തശുദ്ധിയിലേക്കും പരമമായ തത്വവിജ്ഞാനത്തിലേക്കും നയിക്കും എന്നുള്ളതിനെ സുസ്പഷ്ടമായി പറഞ്ഞു തരും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർത്തവ്യമാണ് ചെയ്യേണ്ടത്. സ്വകർമ്മണാ തമഭ്യർച്ച്യ കുരു കർമ്മൈവ തസ്മാത്വം എന്നൊക്കെ അനേകായിരം വിശദീകരണം നൽകാവുന്ന ഉപദേശങ്ങൾ ഭഗവാൻ നൽകുന്നുണ്ട്. സ്വകർമ്മം എന്തെന്നറിഞ്ഞനുഷ്ഠിക്കുക. തത്കാലത്ത് തദ്ദേശത്ത് അർജുനനെ സംബന്ധിച്ച് അത് യുദ്ധമായിരുന്നു. അതുകൊണ്ട് കുശലതയോടുകൂടി യുദ്ധം ചെയ്യാൻ ഭഗവാൻ ഉപദേശിച്ചു. നമ്മെ സംബന്ധിച്ച് എന്താണോ നമ്മുടെ കർത്തവ്യം, ആ കർത്തവ്യം നിർണയിക്കുക. അത് ധർമ്മശാസ്ത്രങ്ങളിലൂടെ നിർണയിക്കുക. ആ കർത്തവ്യം കുശലതയോടുകൂടി അനുഷ്ഠിക്കുക. ആ അനുഷ്ഠിക്കുന്നത് ഈശ്വരോപാസനയാക്കി മാറ്റുക. അതിലൂടെ കൃതാർത്ഥതയിലേക്ക് ഉയരുക. ആ കൃതാർത്ഥതയോ തൻ്റെ സ്വരൂപബോധമാണ്. യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി എന്ന് ഭഗവാൻ വിസ്തൃതമായി ഉപദേശിക്കുന്ന പരമമായ ജ്ഞാനം. അതാണ് കാർപ്പണ്യദോഷോപഹത സ്വഭാവ എന്നുള്ളതിനുള്ള മറുപടി. ആ തലത്തിലേക്ക് എത്തുന്നതിനുള്ള മാർഗവും ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ എന്ന്. പക്ഷേ ആ ഉപദേശം വളരെ സംഗ്രഹിച്ച ഭഗവാൻ കൊടുത്തേ. കാരണം അർജുനൻ സന്യാസത്തിലൂടെയുള്ള പരമമായ നിശ്രേയസത്തിലേക്ക് അധികാരിയായിട്ടില്ല എന്നുള്ളത് കൊണ്ട് അർജുനനെ സംബന്ധിച്ച് സ്വകർമാചരണമാണ് വിധിക്കേണ്ടത് എന്നതുകൊണ്ട് കർമ്മത്തെ സംബന്ധിച്ച് വിശദമായി ഉപദേശിച്ചു ഭഗവാൻ. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ മുന്നിൽ വരുന്ന സാധ്യതകളിൽ ഏതിനെ താൻ തിരഞ്ഞെടുക്കണം. അർജുനൻ സന്ദേഹപ്പെട്ടിരുന്നു. അർജുനൻ ഒരു വേള പറഞ്ഞു, ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. യുദ്ധത്തിൻ്റെ ഭാഗമായി ഗുരുനാഥന്മാരെ കൊല്ലേണ്ടി വരികയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി സന്യസിക്കണതാണല്ലോ നല്ലത്. സന്യസിക്കാനൊന്നും അർജുനൻ പറഞ്ഞിട്ടില്ലല്ലോ. അർജുനൻ ഭൈക്ഷ്യം എന്ന് പറഞ്ഞില്ലേ, ഭിക്ഷാടനം. ഭൈക്ഷ്യം എന്നുള്ളതിന് ശരിയായ അർത്ഥം സന്യാസം എന്നാണ്. കാരണം നമ്മുടെ ശാസ്ത്രങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭിക്ഷാടനത്തിന് അധികാരം ചില സന്ദർഭങ്ങളിൽ വിധിച്ചിട്ടുണ്ട്. ഒന്ന്, നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് ഭിക്ഷാടനം ചെയ്യാം, എന്നാൽ അതിൽ പരിമിതിയുണ്ട്. ധർമാചാരയുക്തന്മാരായ ശുദ്ധി പാലിക്കുന്ന അത്തരം വ്യക്തികളുടെ ഗൃഹങ്ങളിലേ പോയിട്ട് നൈഷ്ഠിക ബ്രഹ്മചാരി ഭിക്ഷ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ ഭൈക്ഷ്യം പൂർണ്ണമല്ല. ജീവിക്കാൻ ഒരു വകുപ്പുമില്ല, ശാരീരികമായി അധ്വാനിക്കാൻ വയ്യ, ഒരു വകുപ്പുമില്ല, ശരീരം നിലനിർത്തണം, അതിന് മറ്റൊരു ഗത്യന്തരവും ഇല്ലയെന്ന് കണ്ട ഭിക്ഷ എടുക്കാം. ഇത് പ്രാചീന ശാസ്ത്രങ്ങൾക്കനുസരിച്ചാണ്. പക്ഷേ അതും ഭിക്ഷാടനത്തിന് പരിമിതിയുണ്ട്. എന്നാൽ അപരിമിതമായ ഭൈക്ഷ്യം എന്നുള്ളത് സന്യാസം മാത്രമാണ്. ചതുർഷു വർണ്ണേഷു ഭൈക്ഷ്യം ആചരേത് എന്നുള്ളതാണ് സന്യാസിക്കുള്ള നിയമം.
അതുകൊണ്ട് സന്യാസിയാണ് ഭൈക്ഷ്യത്തിന് അധികാരി. ഭൈക്ഷ്യം സന്യാസമാണ്. അപ്പം അർജുനൻ പറയുന്നത് ഗുരുക്കന്മാരെ കൊല്ലേണ്ടി വരികയാണെങ്കിൽ അതിനൊക്കെ ഒഴിഞ്ഞു മാറി സന്യസിക്കണതല്ലേ നല്ലത്. തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഭാവം. കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവനല്ല സന്യാസി. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നിനെ അഭിമുഖീകരിക്കാൻ കെൽപ്പില്ലാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവനല്ല സന്യാസി. ഈ വടക്കൻ കേരളത്തിൽ പലപ്പോഴും ഈ വീട്ടിൽ ഈ ഗാർഹിക കലഹങ്ങൾ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒന്നുമില്ല, ലോകത്തിലെല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ അങ്ങനെ പതി പത്നിമാർ തമ്മിൽ വലിയ ലഹളമുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയുന്ന വാക്കുണ്ട്, നീ എന്നോട് വല്ലാതെ പറയുകയൊന്നും വേണ്ട, ഞാനൊരു കാവ്യം ചുറ്റി ഞാനങ്ങ് പോവും കേട്ടോ. എന്ന് വെച്ചാൽ നിന്നോട് ലഹള കൂടി ജയിക്കാൻ പോലും എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ഞാൻ സന്യസിക്കാൻ പോവാം. അങ്ങനെ മറ്റൊന്നിനെ കൊള്ളാത്ത ആൾക്കുള്ള പണിയാണോ സന്യാസം? ആണോ? അത് നിങ്ങളുടെ അഭിപ്രായം? അല്ല, എല്ലാറ്റിനും കൊള്ളുന്ന ആൾക്കുള്ളതാ സന്യാസം, അല്ലാതെ ഒന്നിനും കൊള്ളാത്തവനുള്ളതല്ല സന്യാസം. പക്ഷെ അർജുനൻ അങ്ങനെ കരുതിപ്പോയി. അതുകൊണ്ട് ഭഗവാൻ വ്യക്തമായി ജ്ഞാന കർമ്മ സന്യാസക്രമം പറഞ്ഞു കൊടുത്തു. എന്താണ് ജ്ഞാനം? ജ്ഞാനത്തിലൂടെ കർമ്മങ്ങൾ മുഴുവൻ സന്യസ്തങ്ങളാകുന്ന തലം എന്താണ് എന്നെല്ലാം വ്യക്തമായി ഉപദേശിച്ച അർജുനൻ്റെ തെറ്റിദ്ധാരണകളെ മുഴുവൻ നീക്കം ചെയ്തു. അതുകൊണ്ട് ഈ ഗീതോപദേശത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ശ്ലോകാനുശ്ലോകം പദാനുപദം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ല, നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ട മഹാമന്ത്രം നമുക്ക് ലഭിക്കും. നമുക്കും പറയാം, നഷ്ടോ മോഹസ്മൃതിർലബ്ധ ത്വത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. ഹേ ഭഗവാനെ, എൻ്റെ മനസ്സിൻ്റെ മോഹമെല്ലാം നഷ്ടമായി നിൻ്റെ പ്രസാദം കൊണ്ടാണ്. അതുകൊണ്ട് ഗതസന്ദേഹനായി, സന്ദേഹം മുഴുവൻ ഒഴിഞ്ഞവനായി ഞാനിതാ നിലകൊള്ളുന്നു, നിൻ്റെ ഉപദേശം ഞാൻ പ്രാവർത്തികമാക്കും എന്ന് പറയുന്നവരായി നമുക്കൊക്കെ എഴുന്നേൽക്കാം. അല്ല, അതിന് തയ്യാറില്ലേ? ഇല്ലെങ്കിൽ നമുക്ക് നിറഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തൻ്റെ കർമ്മോപാധിയെ ഉപേക്ഷിച്ച് വിസൃജ്യ സശരം ചാപം, തൻ്റെ കർമ്മോപാധികളെയൊക്കെ ഉപേക്ഷിച്ച് നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി നമുക്കും ഇരിക്കാം. വലിയ എന്താ പറയേണ്ടത്, സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അഹിംസയുടെയും ഒക്കെ മഹാപ്രസംഗങ്ങളെ ചെയ്യാം. ആ അർജുനന് ഭാരതത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. ആ അർജുനനെ കൊണ്ട് പൊറുതി മുട്ടിയ നാടാ നമ്മുടേത്. നമുക്കാവശ്യം ആ അർജുനനല്ല. നമുക്കാവശ്യം നഷ്ടോ മോഹ സ്മൃതിർലബ്ധ എന്ന് പറയുന്ന അർജുനനാണ്. ആ അർജുനനിൽ നിന്ന് ഈ അർജുനനിലേക്കുള്ള പരിവർത്തനമാണ് ഒരു സംശയമില്ലാതെ പറഞ്ഞാൽ ധാർമ്മിക ദൃഷ്ടിയിൽ ജീവിത വിജയം. നമ്മളെല്ലാവരും അധികാരികളാണ്, നമ്മളെല്ലാവരും. കാരണം ഭഗവാൻ ഈ മഹാ ഉപദേശം നൽകിയത് അർജുനന് വേണ്ടിയിട്ടല്ല. അർജുനം നിമിത്തീകൃത്യ സർവലോകോപകാരാർത്ഥം ആഹ ഭഗവാൻ വാസുദേവ. അർജുനനെ നിമിത്തമാക്കിയിട്ട് സർവലോകോപകാരത്തിനും വേണ്ടിയാ ഭഗവാൻ ഉപദേശിച്ചത്. അപ്പോൾ ഇതാർക്കാ ഉപദേശിക്കപ്പെട്ടത്? അർജുനനാന്ന് പറയരുത്. അർജുനൻ അവിടെ ഒരു നിമിത്തം മാത്രം. നമുക്ക് ഓരോരുത്തരുവാ. ഈ ഒരു ബോധത്തോടു കൂടി ഈ ഗീതാമൃതം ദിവസവും അല്പമെങ്കിലും സ്വാധ്യായം ചെയ്യാം. ധാരാളം അവസരങ്ങൾ ഇന്നുണ്ട് പഠിക്കാൻ. ഒരു 10-30 കൊല്ലം മുമ്പാണെങ്കിൽ അവസരമില്ല സ്വാമി, പഠിപ്പിക്കാൻ ആരുമില്ല സ്വാമി എന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പറയായിരുന്നു. ഇന്നിപ്പോൾ അവസരങ്ങൾ നമുക്ക് കൂടുതലാണ്. ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ പാലക്കാട് തന്നെ എത്രയോ ആചാര്യന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ
ഇന്നത്തെ നവീന സാങ്കേതിക രീതികൾ ഉപയോഗിച്ച് ലോകമുടനീളമുള്ള ആചാര്യന്മാർ ആരിൽ നിന്നും കേൾക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട്. നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ നേരിട്ട് ഗീതയെ പരിചയപ്പെടുക. നമ്മൾ ഗീതയിലേക്ക് കടന്നിട്ടേ ഇല്ല. ഗീതോപദേശത്തിലെ ഒരു പ്രാഥമികമായ വിഷയം പോലും ഇന്നിവിടെ പറഞ്ഞിട്ടില്ല. ബോധപൂർവമാണ് അതിലേക്ക് പ്രവേശിക്കുക നമ്മൾ. എന്നിട്ട് അമൃതത്തിൻ്റെ മാധുര്യവും മഹിമയും മനസ്സിലാക്കുക. കാരണം ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് ഗീതാശാസ്ത്രത്തെ പരിചയപ്പെടുത്തുമ്പം പറയുന്നുണ്ട്, ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം കഴിഞ്ഞില്ല ദുർവിജ്ഞേയാർത്ഥം. ഈ ഗീതാശാസ്ത്രം സമസ്ത വേദങ്ങളിലും എന്തെന്തർത്ഥങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ സാരം ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്തോ അതാണ് ഗീതാശാസ്ത്രം എന്ന് പറയുമ്പോൾ ഗീതയുടെ മഹിമയായി. എന്നിട്ട് അടുത്ത വാക്ക് പറയുക ദുർവിജ്ഞേയാർത്ഥം, മനസ്സിലാക്കാൻ വളരെ വിഷമമുള്ളതാ. അപ്പം എന്ത് വേണം? അറിഞ്ഞ ഗുരുനാഥന്മാരിൽ നിന്ന് അറിയണം. എന്നാൽ മാത്രമേ ഗീതാർത്ഥം നമുക്ക് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയൂ. അങ്ങനെയുള്ള സ്വാധ്യായത്തിന് നമ്മൾ തയ്യാറാവുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്.